ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി 34 സങ്കീർത്തനം 5 വാക്യം നമുക്ക് വായിക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ പ്രകാശിതമായ ഒരു മുഖം തീർച്ചയായും ഒരു വലിയ പ്രത്യേകതയാണ്. പലരുടെ മുഖത്ത് നാം നോക്കുമ്പോൾ വളരെ പ്രസാദമുള്ള മുഖം കാണുവാൻ സാധിക്കും. അത് വളരെ സന്തോഷകരമാണ്. മുഖം എന്ന് പറയുന്നത് മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്നാണ് മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. നാം മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത്, അത് സന്തോഷമായിക്കൊള്ളട്ടെ സങ്കടകരമായിക്കൊള്ളട്ടെ, അതെല്ലാം നമ്മുടെ മുഖത്ത് പ്രകടിതമാകും എന്ന് മനഃശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുകയാണ്. അത് ഏറെക്കുറെ നമുക്ക് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്നതുമാണ്. ഒരാളിൻ്റെ മുഖം കാണുമ്പോൾ അറിയാൻ സാധിക്കും അദ്ദേഹം മനസ്സിൽ ഏത് നിലയിലുള്ള ചിന്താഗതി വച്ചു പുലർത്തുന്ന വ്യക്തിയാണ് എന്നുള്ളത്. സന്തോഷകരമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം വളരെയധികം പ്രസാദമുള്ളതാകും. സങ്കടകരമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ മ്ലാനത മുഖത്തുണ്ടാവും. അതുകൊണ്ട് മുഖത്തെ ഭാവഭേദങ്ങൾ എന്ന് പറയുന്നത് മനസ്സിൻ്റെ നിലയെ അനുസരിച്ചിരിക്കുന്നു. നാം മനസ്സിൽ വിചാരിക്കുന്നത് സങ്കടകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങളാണെങ്കിൽ നാം അറിയാതെ തന്നെ അതേതെങ്കിലും ഒരു അവസരത്തിൽ നമ്മുടെ മുഖത്ത് പ്രകടമാകും. ചിലർ സങ്കടത്തെ അടക്കി വയ്ക്കുകയോ അവരുടെ ടെൻഷൻ അടക്കി വയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ട് മുഖത്ത് സന്തോഷം ഭാവിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ അവർ അഭിനയിച്ച് കാണിക്കുകയാണ്. അങ്ങനെ അഭിനയിച്ചാലും ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ള നില അവരുടെ മുഖത്ത് പ്രകടമാകും എന്നുള്ളത് പരമാർത്ഥമായ ഒരു വസ്തുതയാണ്. അഭിനേതാക്കൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഭാവം അവരുടെ മനസ്സിൽ ആദ്യം ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ ആ കഥാപാത്രവുമായി അവർ താദാത്മ്യം പ്രാപിച്ചതിന് ശേഷം, അവരുടെ ഉള്ളുകൊണ്ട് ആ വ്യക്തിയായി മാറിയതിന് ശേഷം അവർ അഭിനയിക്കുമ്പോൾ അവർ ആ വ്യക്തിയുടെ മനോഭാവം എന്താണോ അത് തന്നെ അവരുടെ മുഖത്ത് പ്രകടമാകുന്നു. ജഡ്ജിയായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി ആദ്യം താൻ മനസ്സുകൊണ്ട് ജഡ്ജിയാകണം. അതേപോലെ തന്നെ കുറ്റവാളിയായി അഭിനയിക്കുന്ന ഒരു വ്യക്തി താൻ ആ കുറ്റവാളിയുമായി മനസ്സുകൊണ്ട് താദാത്മ്യം പ്രാപിക്കണം. അങ്ങനെയാകുമ്പോൾ അറിയാതെ അവരുടെ മുഖത്ത് ആ ഭാവഭേദങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കും. അറിയാതെ തന്നെ അവരുടെ ചെയ്തികളിൽ അവർ ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുവോ അവരുടെ ചെയ്തികൾ അറിയാതെ പ്രകടമാകും. ഒരു ക്രിസ്തീയ പ്രഭാഷകൻ ഇങ്ങനെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീറ്റിലിരുന്നതായ വ്യക്തി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഉറക്കെ പാട്ടുപാടി. അതിനുശേഷം അദ്ദേഹം ഉറക്കെ കരഞ്ഞു, എന്തൊക്കെയോ ഗോഷ്ഠികൾ കാണിച്ചു. അപ്പോൾ കണ്ടിരുന്ന ആളുകൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു ഭ്രാന്തനാണ്. മറ്റാർക്കും ശല്യം ചെയ്യാതെ അയാൾ ഈ വിക്രിയകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. 2 മണിക്കൂറോളം വരുന്നതായ യാത്രയിൽ ആളുകൾക്കൊക്കെ ഇതിന് നേരം പോക്കായിട്ട് തോന്നി. മറ്റാർക്കും ശല്യം ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഗോഷ്ഠികൾ കണ്ടുകൊണ്ടിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ബാഗേജ് കളക്ഷന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹം നമ്മുടെ പ്രസംഗകനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം? തുടർന്നുള്ളതായ സംഭാഷണത്തിൽ താൻ ഒരു സിനിമാ നടനാണെന്നും അടുത്തതായി ചെയ്യാൻ പോകുന്നതായ ഒരു വേഷം ഒരു ഭ്രാന്തൻ്റെ വേഷമാണെന്നും അതിൻ്റെ ഒരു റിഹേഴ്സലാണ് അദ്ദേഹം നടത്തിയതെന്നും പറഞ്ഞു. ആ വേഷവുമായി ഒരു താദാത്മ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യമാണ് എന്നുള്ളതും അദ്ദേഹം ഓർപ്പിച്ചു. പ്രിയമുള്ളവരെ, നാം വായിച്ചതായ സങ്കീർത്തന ഭാഗവും വാസ്തവത്തിൽ അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ നാം വായിക്കുന്നത് ദാവീദ് രാജാവ് അബീമേലെക്കിൻ്റെ മുൻപാകെ സഹായത്തിനായി ഓടിച്ചെല്ലുന്നതായ ഒരു രംഗമാണ്. തന്നെ തിരിച്ചറിയുകയില്ല എന്ന് വിചാരിച്ചാണ് അബീമേലെക്കിൻ്റെ മുൻപിലേക്ക് അദ്ദേഹം ചെല്ലുന്നത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ ദാവീദിനെ അബീമേലെക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ദാവീദ് ഒരു ഭ്രാന്തനെപ്പോലെ വളരെ പെട്ടെന്ന് അഭിനയിച്ചു. അങ്ങനെ ഭ്രാന്തനാണ് എന്ന് മനസ്സിലാക്കി അബീമേലെക്ക് അദ്ദേഹത്തെ അവിടെ നിന്ന് ആട്ടി പുറത്താക്കി. അങ്ങനെ പോകുമ്പോൾ തൻ്റെ ജീവൻ മടക്കി കിട്ടിയതിലുള്ളതായ സന്തോഷത്തിൽ താൻ രചിച്ച സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. താൻ പറയുകയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. വാസ്തവത്തിൽ അബീമേലെക്കിൻ്റെ മുമ്പിൽ അഭിനയിക്കുന്ന സമയത്തും ദാവീദിൻ്റെ മനസ്സ് വളരെയേറെ പ്രക്ഷുബ്ധമാണ്. താൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. മനസ്സിൽ അതിഭയങ്കരമായ ഭാരവും പ്രയാസവുമുണ്ട്. അത് മുഖത്ത് പ്രകടമാക്കാതെ താൻ അബീമേലെക്കിൻ്റെ മുൻപാകെ
ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയായിരുന്നു. പക്ഷേ മനസ്സ് വല്ലാതെ വിങ്ങുകയാണ്. യാതൊരു സമാധാനമില്ല, സന്തോഷമില്ല, വല്ലാത്ത ചിന്താകുലങ്ങളാണ്. രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞു എന്നൊക്കെ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിട്ടാണ് അബീമേലെക്കിന്റെ മുൻപിലേക്ക് ചെല്ലുന്നത്. മനസ്സ് വളരെയേറെ പ്രക്ഷുബ്ധമാണ്, വല്ലാത്ത നിരാശയാണ്. അതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് മുഖത്ത് സന്തോഷം അഭിനയിച്ചുകൊണ്ട് ചെന്നതാണ്. പക്ഷേ അബീമേലെക്ക് തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തൻ്റെ സങ്കടത്തിൻ്റെ ആക്കം വർദ്ധിപ്പിച്ചു. പലപ്പോഴും നാം മുഖത്ത് സന്തോഷം അഭിനയിക്കുന്നുവെങ്കിലും നമ്മുടെ മനസ്സ് വളരെയേറെ പ്രക്ഷുബ്ധമായിരിക്കാം, വല്ലാത്ത നിരാശയിലൂടെ കടന്നു പോകുന്ന അവസരമായിരിക്കാം. ഇവിടെ 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നതായ ആ വാക്യം ഇങ്ങനെയാണ്: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആ നോക്കുന്നതിന് മുൻപുള്ളതായ സ്ഥിതി എന്താണ്? വല്ലാത്ത മ്ലാനമായ ഒരു മുഖമാണ്, സങ്കടത്തിൻ്റെതായ ഒരു മുഖമാണ്, വല്ലാത്ത നിരാശയുടെ ഒരു മുഖമാണ്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിതത്തിൻ്റെ സകല ആശയം നഷ്ടപ്പെട്ട് മനസ്സ് വല്ലാതെ തകർന്നിരിക്കുന്നതായ ഒരു വ്യക്തിയുടെ മ്ലാനമായ മുഖമാണ് വാസ്തവത്തിൽ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ മ്ലാനമായ മുഖത്തോടുകൂടെ ഇരിക്കുന്നതായൊരു വ്യക്തി, എല്ലാ ചിന്താകുലങ്ങളും മനസ്സിലുള്ളതായൊരു വ്യക്തി, സകല നിരാശയും മനസ്സിൽ ബാധിച്ചതായൊരു വ്യക്തി അങ്ങനെ വല്ലാതെ നിരാശയിലിരിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? കർത്താവിങ്കിലേക്ക് നോക്കുകയാണ്. എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോകുന്നതിന് വേണ്ടി ഡ്രസ്സ് ചെയ്യുന്നതായ സമയത്ത് അതിന് മനസ്സിലാകും അതിൻ്റെ യജമാനൻ പുറത്തു പോവുകയാണ്. അപ്പോൾ മുതൽ അത് നിരാശയിലാണ്. അതൊരു മുറിയുടെ മൂലയിൽ മാറിക്കിടക്കും. വിളിച്ചാലും പറഞ്ഞാലും ഒന്നും അത് മിണ്ടുകയില്ല, അനങ്ങുകയില്ല, റെസ്പോൺസ് ഇല്ല. അത് വളരെ സങ്കടമാണ്. ഞാൻ പോകുന്ന ആ സമയത്ത് അത് ഗേറ്റിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. തിരികെ വരുന്നത് വരെ അതേ നിലയിൽ അത് തുടരുന്നു. അതിനെ ആര് വിളിച്ചാലും അതിന് യാതൊരു റെസ്പോൺസുമില്ല. എൻ്റെ വാഹനത്തിൻ്റെ ശബ്ദം അതിന് വളരെ പെട്ടെന്ന് തിരിച്ചറിയാം. ഞാൻ വളരെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അത് ചാടി എഴുന്നേൽക്കും. വീട്ടിലുള്ളവർ അതിനെ അങ്ങനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ വാഹനം ഗേറ്റിങ്കൽ വന്നു കഴിയുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് ഊർജ്ജസ്വലനാകും, വളരെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. വലിയ സന്തോഷമാണവന്. അതുവരെ അദ്ദേഹത്തിനുണ്ടായിരുന്ന സകല നിരാശയും മാറി. അതുവരെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്ന സകല സങ്കടവും നീങ്ങിപ്പോയി. വളരെ പെട്ടെന്ന് അദ്ദേഹം ആക്റ്റീവായിട്ട് മാറുകയാണ്. വളരെ സന്തോഷത്തോടെ അദ്ദേഹം ചാടുകയും തുള്ളുകയും ഒക്കെ ചെയ്യും. അവൻ്റെ യജമാനൻ അവനെ ഉപേക്ഷിച്ചു പോയി, അവനെ കളഞ്ഞിട്ട് പോയി എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരുന്നതായ ആ പട്ടിക്കുട്ടിക്ക് തിരികെ അതിൻ്റെ യജമാനനെ കിട്ടിയെന്നുള്ളതായ സന്തോഷം വന്നപ്പോഴേക്ക് അത് ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് അതിൻ്റെ നിരാശയെല്ലാം മാറിയിട്ട് അത് വളരെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതായ ഒരു ചിത്രവും ഇത് തന്നെയാണ്. വല്ലാത്ത നിരാശ ബാധിച്ച് മനസ്സെല്ലാം വളരെ തകർന്നു പോയിട്ട് മുഖം വളരെ മ്ലാനമായിരിക്കുന്നതായ ഒരു വ്യക്തി ഇനിയിപ്പോൾ ഈ സങ്കടം അവസാനിക്കുകയില്ല, ഈ നിരാശ മാറുകയില്ല, എൻ്റെ ജീവിതത്തിന് യാതൊരു പ്രതീക്ഷയുമില്ല, പ്രത്യാശയില്ല, സന്തോഷമില്ല, സമാധാനമില്ല എന്നൊക്കെ വിചാരിച്ച് മുഖം വല്ലാതെ മ്ലാനമായിരിക്കുന്ന ഒരു വ്യക്തി കർത്താവിങ്കിലേക്ക് നോക്കുമ്പോൾ മനസ്സ് വളരെ സന്തോഷപൂരിതമാകുകയും മുഖം വളരെ പ്രസാദമാകുകയും ചെയ്യുന്നു, പ്രകാശിതമാകുന്നു. കർത്താവിനെ കാണുന്നതായൊരു വ്യക്തിയുടെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നു, സമാധാനം ലഭിക്കുന്നു, എല്ലാ നിരാശയും നീങ്ങിപ്പോകുന്നു. മ്ലാനമായ മുഖം മാറിയിട്ട് ആ സ്ഥാനത്ത് പ്രകാശമുള്ള പ്രസാദമുള്ള ഒരു മുഖം ലഭിക്കുന്നു. എന്താണിതിന് കാരണം? ആ 121-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഈ ഒരു വലിയ ബോധ്യം മനസ്സിലുണ്ടാകുകയാണ്. എന്നെ സഹായിക്കുവാൻ ഒരുവനുണ്ടെന്നും അവൻ അഖിലാണ്ടത്തെ നിർമ്മിച്ചവനായ വലിയവനായ ദൈവമാണെന്നും അവൻ തൻ്റെ സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി നൽകി എന്നെ സ്നേഹിച്ചവനാണെന്നും എന്നെ കരുതുന്നവനാണെന്നും എന്നെ സഹായിക്കുന്ന അത്യുന്നതനായ സ്നേഹസ്വരൂപനായ കർത്താവാണെന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ സകല നിരാശയും മാറിപ്പോകുന്നു, എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നു, മുഖം പ്രസാദമുള്ളതായിത്തീരുന്നു. ലജ്ജിതമായ മുഖം മാറിയിട്ട് ജേതാവിൻ്റെ മുഖം നമുക്ക് ലഭിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ വചനം നാം ധ്യാനിക്കുമ്പോൾ ഏതെങ്കിലും നിലയിൽ നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങളോ നിരാശയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ളതായ അനുഭവങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ മുഖം വല്ലാതെ മ്ലാനമായിരിക്കുന്നുവെങ്കിൽ കർത്താവിങ്കിലേക്ക് നോക്കുക. അവിടുത്തെ മുഖത്തേക്ക് നാം നോക്കുമ്പോൾ, അവിടുത്തെ തേജസ് നാം നമ്മുടെ ഹൃദയത്തിൽ കാണുമ്പോൾ, അവിടുത്തെ അരികിലേക്ക് നാം അടുത്തു ചെല്ലുമ്പോൾ
നമ്മുടെ സകല ഭാരങ്ങളും നീങ്ങിപ്പോകുന്നു. നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറിപ്പോകുന്നു. ഇന്ന് രാവിലെ മ്ലാനമായ മുഖമുള്ള ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ കർത്താവിങ്കിലേക്ക് നോക്കുക. നിങ്ങളുടെ മ്ലാനത മാറിയിട്ട് സന്തോഷമുള്ള മുഖം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സങ്കടം മാറിയിട്ട് സന്തോഷമുള്ളവരായിത്തീരുന്നു. അങ്ങനെ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്ന് സന്തോഷമുള്ളവരായി ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അത്യുന്നതനായ ദൈവത്തെ, സകല അഖിലാണ്ടത്തെ നിർമ്മിച്ച കർത്താവായ ഈ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് ഒരു വഴിയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും വലിയവനായ ദൈവത്തെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല, അങ്ങനെ സാധിച്ചിട്ടുമില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി വന്ന് പിതാവാം ദൈവം ആരാണെന്നും അത്യുന്നതനായ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ആ സർവ്വവ്യാപിയും സർവശക്തനുമായ ദൈവം ആരാണെന്ന് നമുക്ക് കാണിച്ചു തന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ കണ്ട് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ലഭിക്കുവാൻ, നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുവാൻ, നമ്മുടെ മ്ലാനത മാറിയിട്ട് പ്രകാശിതമായ മുഖമാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും ആ വലിയ സന്തോഷത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരാശയും ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ വിചാരങ്ങളെല്ലാം ഞങ്ങളെ തളർത്തിക്കളഞ്ഞിട്ട് കർത്താവെ ഞങ്ങളുടെ മുഖം പലപ്പോഴും മ്ലാനമായി തീരാറുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ തീങ്കൽ മഞ്ഞുരുകുന്നത് പോലെ ഞങ്ങളുടെ സകല ഭാരങ്ങളും നീങ്ങിപ്പോകുന്നു, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറിപ്പോകുന്നു. അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതമായി തീരുന്നു എന്ന് ഞങ്ങൾ വായിക്കുകയായിരുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ സകല ഭാരങ്ങളും നീങ്ങിപ്പോയിട്ട് ഞങ്ങളുടെ മുഖം പ്രകാശമാനമാകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിൽ കർത്താവെ ഇന്നത്തെ ദിവസം മുഴുവനും ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരത്തിൻ്റെ തലോടൽ അനുഭവിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സഹായം അനുഭവിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.